വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നത്. തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ് തലയിലൂടെ കയറി ഇറങ്ങി 2ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. മണികണ്ഠനാചാരി ശരണ്യ ദമ്പതികളുടെ മകൾ കൃഷ്ണേന്ദുവാണ് മരിച്ചത്. കുട്ടിയുടെ വീടിന്റെ മുന്നിൽ വെച്ചാണ് അപകടമുണ്ടായത്. ഇന്ന് ഏകദേശം ഒരു 4:30 മണിയോടുകൂടി നമ്മുടെ കൃഷ്ണേന്ദുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ബസ്സിൽ വന്നിറങ്ങുകയും കുറച്ച് മുന്നോട്ടേക്ക് ബസ്സിൽ ഇറങ്ങിയ ശേഷം കുറച്ച് മുന്നോട്ടേക്ക് അത് നടന്നു പോയ സമയത്ത് അവിടെ റോഡിൽ കിടന്ന കേബിളിലോ വയറിലോ കണ്ട് കുഴുങ്ങി ആ വണ്ടിക്ക് അടിയിലേക്ക് വീഴുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് തന്നെ കുട്ടി മരിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരു 15 മിനിറ്റോ എടുത്തു ഞാനിവിടെ എത്തി. ഞാൻ വാർഡിലെ മെമ്പറാണ്. ഒരു 15 മിനിറ്റ് എടുത്തു ഞാനിവിടെ എത്താൻ. ഞാനിവിടെ വന്ന സമയത്ത് കുട്ടിയെ കൊണ്ടുപോയി ആംബുലൻസ് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അന്നേരം തന്നെ കുട്ടിയെ കൊണ്ടുപോയിരുന്നു. കുട്ടിയുടെ വീട്ടിൽ ഈ സമയത്ത് അച്ഛനും അമ്മയും ആരും ഉണ്ടായിരുന്നില്ല. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, വളരെ വേദനാജനകമായ വാർത്തയാണ്. ഈ കുട്ടിയുടെ വീടിന് മുമ്പിൽ വെച്ച് തന്നെയാണ് അപകടം ഉണ്ടാകുന്നത്. എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ എന്താണ് പ്രതീഷ്? റിജിത്ത്, അത്യന്തം വേദനിപ്പിക്കുന്ന വാർത്ത തന്നെയാണ് തിരുവനന്തപുരം മടവൂരിൽ ഉണ്ടായത്. നേരത്തെ വാർഡ് മെമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈകിട്ട് 4:30 കൂടിയാണ് ഈ ദാരുണമായ അപകടം ഉണ്ടാകുന്നത്. ഈ മടവൂർ ഗവൺമെന്റ് LPSലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ കൃഷ്ണേന്ദുവാണ് ഈ ബസ് അപകടത്തിൽ മരണപ്പെട്ടത്. ഈ കൃഷ്ണേന്ദു പഠിക്കുന്ന അതേ സ്കൂളിലെ ബസ് തന്നെയാണ് ഈ മരണത്തിനിടയാക്കിയത് എന്നതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. അതും ഈ കുട്ടിയുടെ വീടിന് മുൻഭാഗത്ത് തന്നെ അപകടമുണ്ടായി എന്നത് ആ വേദന ഇരട്ടിയാക്കുകയും ചെയ്യുന്നുണ്ട്. 4:30 കൂടി ഈ സ്കൂൾ ബസ്സിൽ കുട്ടി വീടിന് സമീപത്തെത്തുകയും ഈ ബസ്സിൽ നിന്ന് കുട്ടി ഇറങ്ങുകയും ചെയ്തു. പിന്നീട് ഈ സമയത്ത് കുട്ടിയുടെ വീട്ടിൽ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഇതിന്റെ എതിർഭാഗത്തുള്ള ബന്ധു വീട്ടിലേക്ക് പോകാനാണ് കുട്ടി ഒരുങ്ങിയത്. അങ്ങനെ ബന്ധു വീട്ടിലേക്ക് പോകാൻ ഈ സ്കൂൾ ബസിന്റെ മുൻഭാഗത്ത് കൂടി മറികടക്കുന്നതിനിടെയാണ് കുട്ടിയുടെ കാലിൽ ഒരു കേബിൾ കുരുങ്ങുകയും ബസിന്റെ മുൻഭാഗത്തേക്ക് കുട്ടി വീഴുകയും ചെയ്തത്. ഇത് അറിയാതെ ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തു എന്നതാണ് നമുക്ക് പ്രാഥമികമായും ലഭിക്കുന്ന വിവരം. ഈ ഘട്ടത്തിൽ ഈ ബസ്സിൽ ഡ്രൈവർക്ക് പുറമെ ആയ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ ബസ് മുന്നോട്ടെടുക്കുകയും കുട്ടിയുടെ തലയിലൂടെ ബസ് കയറി ഇറങ്ങുകയുമായിരുന്നു. ഈ സമയത്ത് ആ ഭാഗത്ത് മറ്റ് നാട്ടുകാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷയാണ് ഈ അപകടം. ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളിയാണ് ഈ അപകടം നേരിട്ട് കണ്ടത്. ഉടൻ തന്നെ ആ ഓട്ടോയിലാണ് അവിടെ നിന്ന് കുട്ടിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. നിലവിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹമുള്ളത്. ആശുപത്രിയിൽ എത്തും മുമ്പ് തന്നെ മരണം സംഭവിച്ചുവെന്ന് ആശുപത്രി അധികൃതരും ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ 7 വയസ്സാണ് 7 വയസ്സാണ് കൃഷ്ണേന്ദുവിന്. മണികണ്ഠനാചാരി ശരണ്യ ദമ്പതികളുടെ മകളാണ്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് സ്ഥലത്തെത്തി വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായി ആ സ്ഥലത്തുണ്ടായിരുന്ന ആളുകളിൽ നിന്നടക്കം മൊഴിയെടുക്കുന്നുണ്ട്. നിലവിൽ ഈ അപകടമുണ്ടാക്കിയ ബസ് കസ്റ്റഡിയിലെടുക്കുകയും ബസ് ഡ്രൈവറെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഡ്രൈവറിൽ നിന്നും വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കുട്ടി മുന്നിലൂടെ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നതാണ് ഡ്രൈവർ പ്രാഥമികമായി നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും കൃത്യമായൊരു പരിശോധന ഇതിൽ നടത്തുമെന്നാണ് പോലീസും അറിയിക്കുന്നത്. ശ്രീജിത്ത്. ശരി, MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അത്രയും വേദനാജനകമായ വാർത്തയാണ്. 2ാം ക്ലാസ്സുകാരിക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. MG പ്രതീഷ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.